ഹലോ ഗൈസ്, എല്ലാവർക്കും ഫാമിലി വ്ലോഗിലേക്ക് സ്വാഗതം. സ്കൂളൊക്കെ തുറക്കാനായില്ലേ? അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും സ്കൂളിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങാൻ പോകുന്ന ഒരു വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചിരുന്നു, എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ നമുക്ക് ഇവർക്ക് വാങ്ങിയ സാധനങ്ങളൊക്കെ ഞങ്ങളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ചൂടാ, എല്ലാത്തോട്ടും ഉണ്ട് ചൂട്. എറണാകുളത്തൊക്കെ മഴയാണ്. രണ്ടും പിടിച്ചോ, നടന്നോ. ആ ആദ്യം തന്നെ നമുക്ക് അച്ഛൻ്റെ ബാഗ്. എനിക്ക് ബാഗ് വാങ്ങി. ഞാൻ കഴിഞ്ഞ വർഷം ഒന്നും ബാഗ് വാങ്ങിയിട്ടില്ല, അപ്പോൾ ഈ വർഷം അച്ഛന് വാങ്ങി. ഇനി ഇത് ഈ വർഷം അടുത്ത വർഷം 10ക്ക് 2 വർഷത്തേക്കുള്ള ബാഗാണ്. പിന്നെ അമ്മൂന് എല്ലാ വർഷവും വേണം അമ്മൂന് സ്പെഷ്യൽ കുപ്പി. അമ്മൂന് സ്പെഷ്യൽ. പിന്നെ അമ്മൂന് കൊട കോപ്പി തന്നെ. പിന്നെ അവര് കൊടുത്തതാട്ടോ പൗച്ച്. അമ്മു വാങ്ങിയില്ല, അമ്മൂന് കുറേ നിർബന്ധിച്ചു. അമ്മു പറഞ്ഞു വേണ്ട. പിന്നെ ഞാനും അമ്മൂൻ്റെ അച്ഛനും കൂടിയിട്ട് വാങ്ങിക്കോന്ന് പറഞ്ഞപ്പോൾ അമ്മു വാങ്ങി. ഇനി എന്താ അടുത്ത പീസ് ബ്രൗൺ പേപ്പർ. ഒന്നല്ല രണ്ടെണ്ണം. രണ്ടാക്കും അതന്നെ തികയോന്ന് അറിയില്ല. ഫംഗ്ഷൻ്റെ മുഖത്ത് പൊതിയുണ്ട്. പിന്നെ A4. ഇവിടെ നമുക്ക് എത്ര വാങ്ങിയാലും തികയാത്തൊരു സാധനമാണ് A4. ഇതിപ്പോൾ 100 എണ്ണം ഇങ്ങനെ ഒരു പേക്കായിട്ട് വാങ്ങി. അതൊന്നും ഇവിടെ തികയില്ല. കാരണം ഒരു പേക്ക് കണ്ടാൽ ഇവർക്ക് രണ്ടാക്കും ഒരാഴ്ചത്തേക്ക് കഴിക്കാനുള്ളൂ. പിന്നെന്താ, ഇത് അമ്മൂല് നൈസ് ലിപ്പ്. ഇതിൽ ഏതൊക്കെയാണ് അമ്മൂല് വേണ്ടത്? ഇത് അമ്മൂല് ഏതാ? പക്ഷിയാണോ അതോ അത് ഏതാ അമ്മൂല് വേണ്ടത്? കാണിച്ചു കൊടുക്കും. പക്ഷികൾ. ഇനി ഇത് ബോക്സ്. അമ്മൂല് പ്രാവശ്യം നല്ല ലക്കിയാണ്. അമ്മൂന്റെ ബോക്സ് ഉണ്ട്. അമ്മൂല് പൗച്ച് അമ്മൂ സെലക്ട് ചെയ്തത് അച്ഛൻ. ഏട്ടനും അച്ഛനും കൂടി സെലക്ട് ചെയ്തു. അമ്മൂന് എല്ലാ വർഷവും വാങ്ങും. നല്ല നല്ല ബോക്സ് വാങ്ങും. അതൊരു മാസം അമ്മൂന് നിൽക്കില്ല. അപ്പോഴേക്കും അമ്മു അടുത്ത ബോക്സ് പൊട്ടിയമ്മു. അടുത്തത് അപ്സരയുടെ പെൻസില്. ഒരു കൂടാം അച്ഛനും ക്രിക്കറ്റിന്റെ പെൻസിലേക്ക്. പിന്നെ ഇത് നെയ്സിലേക്ക്. ഇത് അമ്മൂനായിട്ട് സ്പെഷ്യൽ ഉള്ള നെയ്സിലേക്ക് കേട്ടോ. കറിപ്പാത്രം. ഇത് അമ്മൂന്റെ കറിപ്പാത്രം. അച്ഛൻ്റെ. ഇനി ഇവർക്ക് എന്താ അറിയോ, പയർ ഉപ്പേരി പറ്റില്ല. ഒരു ഉപ്പേരി ഇവർക്ക് രണ്ടാമത് പറ്റില്ല. ഇവർക്ക് എന്താ പറ്റിയായിരുന്നോ, മുട്ട മെയിനായിട്ട് കിഴങ്ങ് വറുത്ത് കൊടുക്കുക. അല്ലാതെ നമുക്ക് ഇനി എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇവർക്ക് രണ്ടാൾക്കും അതുണ്ടെങ്കിൽ ഇവർ രണ്ടാളും കൊണ്ടുപോകുള്ളൂ. അല്ലെങ്കിൽ ഒരു കറി വേണ്ടാന്നേ പറയും. അങ്ങനത്തെ മക്കളാണ് കേട്ടോ ഇവർ. പിന്നെ എന്താ ബോക്സ്. എനിക്ക് സ്പെഷ്യൽ ജോമെട്രിക്കൽ ബോക്സ്. പിന്നെന്താ ഒരു കാര്യം പറയാൻ കേട്ടോ. ഈ അക്ഷരന്റെ വാങ്ങാൻ പറഞ്ഞ ഇതിന്റെ ഒപ്പം ഈ കട്ടറും ഇറേസറും ഉണ്ട്. അപ്പം പുതിയ ഇറേസറും കട്ടറും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഇപ്രാവശ്യം എല്ലാ വർഷവും ഇവർക്ക് ഓരോ പേക്ക് ഇറേസറും കട്ടറൊക്കെ ഓരോ പേക്ക് വാങ്ങും. പക്ഷെ ഡെയിലി അത് പോയി, ഇത് കട്ടർ പോയി ഇറേസർ പോയി, ഇത് പറഞ്ഞിട്ടാണ് ഇവർ വരിക. അപ്പൊ ഇപ്രാവശ്യം കടക്കാരൻ തന്നെ ഞങ്ങളോട് പറഞ്ഞു, അങ്ങനെ ഒരു പേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല, നിങ്ങളൊരു 5 എണ്ണം വീതം കൊണ്ടുപോയാൽ മതി എന്ന് കടക്കാരനെ ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കി. പിന്നെ പശ, എന്തുണ്ടാക്കാനെങ്കിലും പശ ആവശ്യമില്ല. അപ്പൊ പശ ഇതാക്കി. പിന്നെ കട്ടറും ഇറേസറും. ഇതാ ഇറേസർ. പിന്നെ ഇത് അതെന്താണ്, സ്റ്റാപ്ലെയർ ഉണ്ട്. പിന്നെ കഴിഞ്ഞു. അപ്പൊ അത് വാങ്ങി. പിന്നെ ഇതാ 2 സ്കെയില്. ഇതിന്റെ ആവശ്യമില്ല, ഒക്കെ 2 എണ്ണം ഒക്കെ വാങ്ങി വെക്കുക. 2 സ്കെയില് വേറെ ഉണ്ട്. പക്ഷെ അതൊക്കെ സ്കൂള് തുറന്നാ വരുമ്പോഴേക്കോ പോയി, അല്ലെങ്കിൽ അത് പൊട്ടി. ഇതൊക്കെയാണ് ഇവിടെ പരാതി. കഴിഞ്ഞ പ്രാവശ്യം പഠിച്ചപ്പോ സ്കെയില് പോയപ്പോ ഈ സമ്മാനമൊക്കെ കിട്ടുണ്ടായിരുന്നു സ്കെയിലൊക്കെ. അപ്പൊ അച്ഛനോടും അമ്മയോടും വാങ്ങാൻ പറയുന്നുണ്ടായില്ല. എന്നാലും ഏട്ടന്റെ സ്കെയില് കൊണ്ടുപോയി അതും പൊട്ടിച്ചു, അല്ലെങ്കിൽ അത് പോയി. എന്നും സ്കെയിലിനുള്ള പരാതിയാണ്. അപ്പൊ അതൊക്കെ ഈ 2 ലക്ഷം വെച്ചിട്ട് ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളൂ. പിന്നെതാ
പിന്നെ എപ്പോഴും കാര്യമില്ല. അവർക്ക് വേണ്ട ഫാൻസി ഐറ്റംസ്, ബണ്ണ്, പല നിറത്തിലുള്ള ബണ്ണുകൾ, ക്ലിപ്പ്, പിന്നെന്താ അവളുടെ മെയിൻ ആയിട്ടുള്ള കുട്ടി കളറാണ് റോസ്. ഇത് എവിടെ കണ്ടാലും എൻ്റെ അമ്മ എടുക്കും. ഇതാണ് റോസ് ക്ലിപ്പ്. പിന്നെന്താ വള ഞങ്ങൾ നോക്കിയിട്ടോ, വള കിട്ടിയില്ല. അമ്മൂന് പാകമുള്ളേ ഒറ്റ വള നോക്കിയ കടല വള, അത് കിട്ടിയില്ല. അപ്പം അമ്മു പറഞ്ഞു എനിക്കിത് വേണം എന്ന് പറഞ്ഞിട്ട് അവളെ അച്ഛനെയും കൊണ്ട് ഇതാ ഒരു ഫാൻസി വാങ്ങിയപ്പോൾ ഞാനും എന്തായാലും ഒന്ന് എടുക്കും, ഒരു ക്ലിപ്പ്. അത് എപ്പോൾ അമ്മൂന് ഫാൻസി വാങ്ങണോ അപ്പോൾ ഞാൻ എടുക്കുന്ന ഒരു ഇതാണ് ക്ലിപ്പ്. പിന്നെ ആദ്യമായിട്ട് അമ്മൂനെ ഞങ്ങൾ ഐലൈനർ എഴുതിക്കാൻ പോകുക. ഇതുവരെ ഞാൻ കൺവെൻഷനാണ് എഴുതിയിട്ടുള്ളൂ. അപ്പോൾ പ്രാവശ്യം അവൾ പറഞ്ഞു, അവൾ 5-ലെത്തിയില്ലേ, അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് കൺവെൻഷൻ വേണ്ട, ഐലൈനർ മതി. പിന്നെ ഇത് ഇടുന്നൊരു സെപ്പറേറ്റ് ഷോർട്സ് വീഡിയോ ഞങ്ങൾ യൂട്യൂബിൽ ഇടുന്നതാണ്, എല്ലാവരും പോയി കാണണം കേട്ടോ. അപ്പോൾ ഈ കവറിലും കവർ കഴിഞ്ഞ് ഇനി ഇതാ അമ്മൂന് ചെരുപ്പ്. ഈ ചെരുപ്പ് അമ്മൂന് വാങ്ങി. അമ്മൂന് ഇപ്രാവശ്യം സ്കൂൾ അടച്ചപ്പോൾ ഷൂ വേണം പറഞ്ഞ് ഷൂ വാങ്ങിക്കൊടുത്തു. അപ്പോൾ ഇനി മഴക്കാലല്ലേ വരാൻ പോണേ, അപ്പോൾ ഷൂ ഒന്നിട്ട് പോകാൻ പറ്റില്ല എന്നിട്ട് ചെരുപ്പ് വാങ്ങി. ഇപ്രാവശ്യം അമ്മൂനാണ് കോളടിച്ചത്. എല്ലാ വർഷവും അമ്മൂന് തന്നെ. അച്ഛന് പിന്നെ അത്രയ്ക്കൊന്നുമില്ല, അമ്മൂന് തന്നെ കോളടിക്കില്ല. പിന്നെ എന്താണ് ഫാൻസിയും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി കൊടുക്കണ്ടേ. അങ്ങനെ അപ്പൊ ഞാൻ ചെരുപ്പ് ഇട്ടത് കാണിച്ചു കേട്ടോ. അപ്പൊ ലാസ്റ്റ് കാണിച്ചതേ ഇനിയില്ല, ലാസ്റ്റ് തന്നെയാണ്. ഇനി വേഗം കാണിച്ചു കൊടുത്തോ എന്നാ. എങ്ങനെയുണ്ട്, ഇഷ്ടമായോ? ഇഷ്ടമായി. ശ്രേയസ് എന്നാ ബാഗ് വാങ്ങിയത് കേട്ടോ. ശ്രേയസിന് കുഴപ്പമൊന്നുമില്ല. വേഗം എങ്ങനെയുണ്ട്, കമന്റ് വാങ്ങി തന്നാലേ ഞങ്ങൾ വേണ്ടത് പഠിക്കണം. പഠിക്കുക, നല്ല മാർക്ക് വാങ്ങുക, അത്രയൊക്കെ തന്നെ വേണ്ടത്. അമ്മൂന് പിന്നെ കഴിഞ്ഞ വർഷത്തെ ബാഗ് ഉണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല. ഞാനതൊക്കെ അലക്കിയിട്ട് എല്ലാം റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അമ്മൂനെ പറഞ്ഞു ബാഗ് വേണ്ട. അപ്പൊ ഞങ്ങളത് സ്കൂളിലേക്കുള്ള എല്ലാ സാധനങ്ങളുടെയും വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ കാണുന്നവര് ഈ വീഡിയോ കാണുന്നവര് ഈ എന്റെ രേഷ്മ ജയൻ പറഞ്ഞ ഒരു അക്കൗണ്ട് ഉണ്ട്, അത് ഫോളോ ചെയ്യണേ. ഇൻസ്റ്റാഗ്രാമിൽ. അത് അമ്മൂന്റെ, അത് അമ്മൂന്റെ കേട്ടോ. അപ്പൊ ഇൻസ്റ്റാഗ്രാമിലുള്ള എല്ലാരും എന്തെങ്കിലും രേഷ്മ ജയൻ പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എല്ലാരും ഫോളോ ചെയ്യണം. ഇവിടെ ഒരു ഇതാണ് ഒരു സാധനമാണ്. അപ്പൊ എല്ലാരും വേണം ഓരോ വീഡിയോസ് ഒക്കെ ഇടും. അപ്പൊ എല്ലാരും അതും കാണാം കേട്ടോ. അതാ ക്ലിപ്പ്. ശരി. അപ്പൊ ഗൈസ്, ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ നിൽക്കുക. അപ്പൊ എല്ലാവർക്കും ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.